ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. CGL 2025 വേണ്ടിയുള്ള ബെസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസിൻ്റെ ഒരു പ്രാക്ടീസ് ബാച്ചാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ, LCM HCF, നമ്പർ സിസ്റ്റം, അതുപോലെ ഡെസിമൽസ്, അതുപോലെ സട്സ് ആൻഡ് ഡിസസ്, അങ്ങനെയൊക്കെയുള്ള ഒരു 5ഓളം ക്ലാസ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലായിടത്തും കാണുന്ന രീതിയിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതല്ല. ഒരിക്കലും നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങളെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ 5 ക്ലാസ്സുകൾ കൊണ്ടൊന്നും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. കാര്യം നിങ്ങളുടെ എക്സാമിന് അത് യൂസ് ആവണമെന്നില്ല. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ പഠിക്കണം, ബേസുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഓരോ ക്വസ്റ്റ്യൻ എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ പഠിച്ചവരായിക്കോട്ടെ, ബിഗിനേഴ്സ് ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻസ് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾ പ്രീവിയസ് ഇയർ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൻ്റെ മോക്ക് ടെസ്റ്റുകൾ എടുത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാതെ ഇരിക്കുന്ന 100% പേരിൽ 10% താഴെ മാത്രം ആൾക്കാർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താണ്, ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഒരു വട്ടം കഴിഞ്ഞ CGL 24 എഴുതി കട്ട് ഓഫ് ക്ലിയർ ചെയ്യാതെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന്. അപ്പോൾ അത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവരായാലും ഇത് പഠിക്കാൻ പറ്റില്ല എന്നല്ല വിചാരിക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതെല്ലാം ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എവിടെ നിന്ന് കാണണം, എന്ത് ചെയ്യണം, ഡെയിലി കാൽക്കുലേഷൻ്റെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണുന്നതിലൂടെ മനസ്സിലാവും. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ വ്യൂസ് കുറയാനുള്ള കാരണം അതാണ്. ഒരിക്കലും ഒരു സ്പൂൺ ഫീഡിങ് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് അത് ഇപ്പോൾ പെയ്ഡ് ക്ലാസ്സിൽ നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും ഈ ക്ലാസ്സുകൾ അതിലൊന്നും ഇല്ലാത്ത, നിങ്ങൾക്ക് കിട്ടാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സീരീസ് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് പോവുക. CGL 2025 വേണ്ടി ഇന്ന് നമുക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ക്വസ്റ്റ്യൻസും എങ്ങനെയാണത് ചെയ്യുന്നത്, എങ്ങനെയാണ് കാൽക്കുലേഷൻ ടാക്കിൾ ചെയ്യുന്നത്, എന്താണ് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ അതിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഇത് മെയിൻസിന്, CGL മെയിൻസിന് പോകുന്നവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീരീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഓൺലൈൻ കോഴ്സസിൻ്റെ ഒരുപാട് എല്ലാത്തിനും വേണ്ടിയുള്ള SSC RRB ബാങ്ക് വേണ്ടിയുള്ള ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാത്തിനും ജോലി കിട്ടും എന്ന് ഉറപ്പ് തരുന്ന രീതിയിലുള്ള മെൻറ്ററിങ്ങും ക്ലാസ്സുകളായിക്കോട്ടെ എല്ലാം മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു 2 നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ക്ലാസ്സുകളെ പറ്റി അറിയാം, ആപ്ലിക്കേഷൻ്റെ കാര്യം അറിയാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ അറിയാൻ പറ്റും. അതുപോലെ ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഈ 5 സ്ഥലത്ത് ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് യൂസ് ചെയ്യാം. നന്നായിട്ട് പഠിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു എക്സാം, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ക്രാക്ക് ചെയ്തെടുക്കുക, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇന്ന് നമുക്ക് നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ബെസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ദ പ്രൈസ് ഓഫ് എ മൂവി ടിക്കറ്റ് വാസ് ഇൻക്രീസ്ഡ് ഇൻ ദ റേഷ്യോ 9:10. ദെൻ വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ റവന്യൂ ഓഫ് എ സിനിമ ഹാൾ ഇഫ് ദ ഒറിജിനൽ ഫെയർ വാസ് ₹180 ആൻഡ് 2200 ടിക്കറ്റ്സ് വെയർ സോൾഡ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രൈസ് എന്ത് ചെയ്തു, 9-ൽ നിന്നും 10-ലോട്ടായി. അതായത് ഇനിഷ്യലി 9 രൂപയായിരുന്നു ഉള്ളതെങ്കിൽ ഇപ്പോൾ 10 രൂപയായി. റേഷ്യോ ആണ്, 9 ആണെങ്കിൽ ഇപ്പോൾ 10 ആയി. വാട്ട് ഈസ് ഇൻക്രീസ് ഇൻ ദ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഒറിജിനൽ ഫെയർ. ആദ്യം ഞാൻ ബേസിക് ആയിട്ടുള്ള മെത്തേഡിൽ പറഞ്ഞുതരാം, എന്നിട്ട് എങ്ങനെയാണ് ഇത് എക്സാമിന് ചെയ്യേണ്ടതെന്നും എന്ത് ചെയ്യാം പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ബേസിക് മെത്തേഡിൽ പറയുന്ന സമയത്ത് നമ്മളുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റവന്യൂ എന്ന് പറഞ്ഞാൽ ഒരു ടിക്കറ്റിൻ്റെ പ്രൈസ് ഇൻറ്റു എത്ര ടിക്കറ്റ് വിറ്റു. എന്ന് പറഞ്ഞാൽ എത്ര ടിക്കറ്റ് വിറ്റു, പി എന്ന് പറഞ്ഞാൽ ഒരു ടിക്കറ്റിൻ്റെ പ്രൈസ്, അതായിരിക്കും നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്രീസ് ഇൻ റവന്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് പറയാം ഒറിജിനൽ ഫെയർ എത്രയാണ്, 180 രൂപയാണ്. അതേ പ്രൈസാണ്, പ്രൈസ് ഓഫ് എ മൂവി ടിക്കറ്റ് ഇൻക്രീസ്ഡ് ഇൻ ദ റേഷ്യോ 9:10. ഇത് ആദ്യമേ 9 ആയിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയാണ് ടിക്കറ്റിൻ്റെ പ്രൈസ്, 10 ആണ്. അപ്പോൾ ഈ 9ൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്, ഒറിജിനൽ ഫെയർ, അതാണ് 180. 9 180 ആണെങ്കിൽ 10 എത്ര ആയിരിക്കും, 9-നെ 20 കൊണ്ട് ഗുണിച്ചേക്കും. അപ്പോൾ 10-നെ 20 കൊണ്ട് ഗുണിച്ചാൽ
200 രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിലും 2200 ടിക്കറ്റാണ് വിറ്റത്. ഇപ്പോഴത്തെ കേസിലും എത്രയാണ്? 2200 ടിക്കറ്റ് തന്നെയാണ് വിറ്റത്. ടിക്കറ്റിൻ്റെ നമ്പറിൽ ചേഞ്ച് ഇല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൻസർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസിൽ നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ 200 ഗുണം ഒരു ടിക്കറ്റിൻ്റെ വില ഇൻറ്റു 2200 ടിക്കറ്റാണ് വിറ്റത്. ഓക്കെ, ഇത് ബേസിക് മെത്തേഡാണ്. എങ്ങനെയാണ് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നത്, പേന എടുക്കുക ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. 200 ഗുണം 2200 ആണ് ഇപ്പോൾ കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത്. ഒരു ടിക്കറ്റിൻ്റെ വില ഇൻറ്റു നമ്പർ ഓഫ് ടിക്കറ്റ്. അതിൽ നിന്നും ആദ്യം കിട്ടിയിരുന്നത് 180 ഇൻറ്റു 2200 ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് ആണ് ഇൻക്രീസ് ഇൻ ദ റവന്യൂ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? 2200 കോമൺ എടുക്കാം. 2200 കോമൺ എടുത്താൽ 200 മൈനസ് 180. ഓക്കെ, ഇപ്പോൾ 2200 ഗുണം 20, 2 ഗുണം 22 44, 3 0. 44 3 0. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. ഓപ്ഷൻ ബിയിൽ 4 0 ആണുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എക്സാമിന് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? എക്സാമിന് ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ വായിച്ചു, 9 ൽ 10 ആയി, ഒറിജിനൽ ഫെയർ 180 ആണ്, 9ൻ്റെ വാല്യൂ 180 ആണ്, എന്നാൽ 10ൻ്റെ വാല്യൂ 200 ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ 200 ഗുണം 2200 ആണ്. നേരത്തെ കിട്ടിയിരുന്നത് 180 ഗുണം 2200 ആണ്. ഡിഫറൻസ് പറഞ്ഞാൽ 2200 കോമൺ എടുക്കുന്നു, 180 മൈനസ് ഒരു ടിക്കറ്റിന് 20 രൂപയാണ് ഇപ്പോൾ അധികം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എക്സാം മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം. ആദ്യമേ 9 രൂപ 9 യൂണിറ്റ് ഉള്ള സ്ഥലത്ത് ഇപ്പോൾ 10 യൂണിറ്റായി. 9ൻ്റെ വാല്യൂ, അതായത് 1 യൂണിറ്റാണ് എന്ത് ചെയ്തത്? നമ്മളുടെ ടിക്കറ്റിൻ്റെ പ്രൈസ് കൂടിയത്. 1 യൂണിറ്റാണ് ടിക്കറ്റിൻ്റെ പ്രൈസ് കൂടിയത്. 9 യൂണിറ്റ് ഉള്ളത് ഇപ്പോൾ എത്രയായി? 10 യൂണിറ്റായി. 1 യൂണിറ്റാണ് ഒരു ടിക്കറ്റിന് കൂടിയ വില. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 9ൻ്റെ വാല്യൂ 180 ആണെങ്കിൽ 1ൻ്റെ വാല്യൂ എത്രയാണ്? 20 ആണ്. ഇതാണ് റേഷ്യോ പ്രൊപ്പോർഷൻ. അപ്പോൾ ഒരു ടിക്കറ്റിന് നമുക്ക് എത്ര ഇൻക്രീസാണ് വന്നത്? 20 രൂപയുടെ ഇൻക്രീസ് ആണ്. അതിന് എത്ര ടിക്കറ്റ് ഉണ്ട്? 2200 ടിക്കറ്റ് ഉണ്ട്. ഒരു ടിക്കറ്റിന് 20 രൂപ കൂടിയാൽ 2200 ടിക്കറ്റിന് എത്ര രൂപ കൂടും? ഒന്നിന് 2200 ആണ്. ഒന്നിനെ 2200 കൊണ്ട് ഗുണിക്കുന്നു. ഇപ്പോൾ 20നെ എന്ത് ചെയ്യണം? 2200 കൊണ്ട് ഗുണിക്കുന്നു. 44 3 0. എന്ത് ചെയ്യാം? ഒറ്റ സ്റ്റെപ്പിൽ, വൺ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൊല്യൂഷൻ ചെയ്യാം. അല്ലെങ്കിൽ പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ടും ചെയ്യാം. ഇതിന് ഈ ഒരു കൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. ബേസിക് മെത്തേഡ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്നാൽ എക്സാമിന് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ വഴിയാണ് ചെയ്യേണ്ടത്. ഈ ബേസിക് മെത്തേഡ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഒരിക്കലും സമയത്ത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താലോ? യെസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കെ. ഇതേപോലത്തെ ഒരു ടിക്കറ്റിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കെ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് ബൈ ഇൻക്രീസിംഗ് ദ പ്രൈസ് ഓഫ് എ ടിക്കറ്റ് ഇൻ ദ റേഷ്യോ 8:11, the number of tickets sold fall in the ratio 23:21, then what is the increase in revenue if the revenue before increase in the price of ticket was 36,800? അപ്പോൾ ഇവിടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് ടിക്കറ്റ് സോൾഡ് ആണ് റവന്യൂ എന്ന് പറയുന്നത്. ആദ്യത്തെ കേസിൽ 8 യൂണിറ്റ് ആണ് പ്രൈസ് എങ്കിൽ ഇപ്പോൾ എത്രയായി പ്രൈസ്? 11 ആയി. ആദ്യത്തെ കേസിൽ നമ്പർ 23 വിറ്റെങ്കിൽ 21 ഇപ്പോൾ വിറ്റത്. ഇനിഷ്യൽ കേസിലെ റവന്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 യൂണിറ്റ് ആണ് പ്രൈസ്. അതേ ഇൻറ്റു പ്രൈസ് ഇൻറ്റു അന്നേരം വിറ്റ ടിക്കറ്റിനാണ് എത്രയാണ്? 23 യൂണിറ്റ്. എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 8x, ഇവിടെ 23y. ഞാൻ യൂണിറ്റിൽ തന്നെ പറയുന്നു. 8 ഇൻറ്റു 23 യൂണിറ്റ് ആണ് ആദ്യം കിട്ടിയിരുന്ന റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂവാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 36,800 രൂപ എന്ന് പറയുന്നത്. നമ്മുടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ഇൻക്രീസ് ഇൻ റവന്യൂ? പുതിയ റവന്യൂ അല്ല ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുതിയ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 11 ആണ് ഇപ്പോഴത്തെ പ്രൈസ്. 21 ടിക്കറ്റാണ് വരുന്നത്. ഇതാണ് ഇപ്പോഴത്തെ റവന്യൂ. ഇനിഷ്യൽ റവന്യൂ 8 ഗുണം 23 ആണ്. ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡിഫറൻസ് ആണ്, ഇൻക്രീസ് ഇൻ റവന്യൂ ആണ്. അപ്പോൾ 11 ഗുണം 21 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 231 ആണ്. ഡെയിലി കാൽക്കുലേഷൻ്റെ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറയുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എടുത്ത് കണ്ട് ഡെയിലി കാൽക്കുലേഷൻ്റെ എക്സസൈസ് ചെയ്യാതെ ഇങ്ങനെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ഡെയിലി ചെയ്താൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഇതുപോലെ ചെയ്യാനും പറ്റും. 23 എത്ര 8 എത്രയാണ്? 160 24 184. ഇപ്പോൾ ഡിഫറൻസ് എത്ര വരും? 231 187. 16 കൂടെ കൂട്ടുമ്പോൾ 200, പിന്നെ 31, 47 ഡിഫറൻസ്. അതായത് ഈ 47 യൂണിറ്റ് ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? ഇൻക്രീസ് ഇൻ റവന്യൂ. ഓൾറെഡി നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ യൂണിറ്റ് വെച്ച് നമ്മൾ പറയുന്നത്. SSC GD 2022 പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ബേസിക് ക്ലാസ് ഉണ്ട്. അതെടുത്ത് കാണുക. ഇപ്പോൾ യൂണിറ്റ് ചെയ്യുന്നത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു 20 മിനിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം വരും. എഫക്റ്റീവായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ 8 ഗുണം 23 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് ഇത്. റേഷ്യോയിലെ വാല്യൂ 36,800. നമുക്ക് എന്താ റേഷ്യോയിലെ 47ൻ്റെ വാല്യൂ ഉണ്ട്.
കാര്യം എന്തുകൊണ്ടാണ്? ഇതാണ് ഇൻക്രീസ് ഇൻ റവന്യൂവിനെ കാണിക്കുന്ന എന്തെന്ന് പറയുന്നത് റേഷ്യോയിലെ വാല്യൂ എന്ന് പറയും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വാല്യൂ വേണ്ടത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിജിറ്റൽ സം അപ്ലൈ ചെയ്യാം. താഴെ എന്ത് വരും? 5 × 8 40 താഴെ 4 വന്നു, മുകളിൽ താഴെ 7 കൊണ്ട് ഗുണിക്കണം. 4 വന്നു കഴിഞ്ഞാൽ 7 കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെ 11 11ൻ്റെ 2 7 2 14 14 5 ഇവിടെ 8 6 14 3 17 14 17 8 8 × 5 40. ഡിജിറ്റൽ സം എത്ര വരും? ഡിജിറ്റൽ സം 4 വന്നു. ഇപ്പോൾ ഡിജിറ്റൽ സമ്മിൻ്റെ ക്ലാസ് എവിടെ ചെയ്തിട്ടുണ്ട്? ഡിജിറ്റൽ സമ്മിൻ്റെ ക്ലാസ് ഡിജിറ്റൽ സം ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് കിട്ടും. അതിവിടെ കണ്ട് പഠിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ഡിജിറ്റൽ സം എത്ര വരുന്നത്? 7 9 1 ഇതല്ല, 9 4 ഇതെന്താണ്? ഡിജിറ്റൽ സം 4 15 5 20 2 ഇതല്ല, 9 7 7 ഇതല്ല. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അല്ലെങ്കിൽ ആൻസർ എന്തായിരിക്കും? 47ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 47ൻ്റെ മൾട്ടിപ്പിൾ. പക്ഷേ 47ൻ്റെ മൾട്ടിപ്പിൾ നമുക്ക് എല്ലായിടത്തും ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് ഡിജിറ്റൽ സം നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ച് ക്യാൻസൽ ചെയ്ത് ചെയ്യാം. ക്യാൻസൽ ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എതിരല്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്. എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാം. ഇത് 23 × 8 എന്ന് പറഞ്ഞാൽ 184. 184 × 2 എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ 2 200 × 47 94 0 0. ഇങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ക്വസ്റ്റിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് എങ്ങനെ എക്സാമിന് ചെയ്യാൻ പറ്റും? എക്സാമിന് ചെയ്യാൻ പറ്റുന്നത് ഇനിഷ്യൽ കേസിൽ 8 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 23 ആണ്. 23 × 8 184 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 368 0 0. ഇൻക്രീസ് ഇൻ റവന്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആദ്യത്തെ കേസിൽ 8 × 23 184 ആയിരുന്നു റവന്യൂ എങ്കിൽ, രണ്ടാമത്തെ കേസിൽ 21 × 11 231 ഡിഫറൻസ് 47 യൂണിറ്റ് ആണ്. എന്നാൽ 47 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. 2 × 47 94 2 0. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പ് ആണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, A/B = C/D ആണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഷ്യോ ഇസ് ഈക്വൽ ടു A/C? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്താ? ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് കൊടുക്കും. അപ്പോൾ 1/2 = 3/6 ആണ്. ഇതും 1/2 ആണ്, ഇതും 3 ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2. റേഷ്യോ കറക്റ്റാണ്. അപ്പോൾ എക്ക് നമുക്ക് 1 കൊടുക്കാം, ബിക്ക് നമുക്ക് 2 കൊടുക്കാം, സിക്ക് 3 കൊടുക്കാം, ഡിക്ക് 6 കൊടുക്കാം. A/C ആണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് A/C എന്ത് വരും? 1:3 ആണ് നമുക്ക് A/C വരുന്നത്. ഇവിടെ വരുമോ നോക്കാം. A/C A/D എന്ന് പറഞ്ഞാൽ എന്താ? 1:6 ആണ്. 1:6 1:3 ആണോ? അല്ല. B/C എന്ത് വരും? 2:3. 2:3 ആണോ വരേണ്ടതല്ല, 1:3 ആണ്. 1:3 ആണ് വേണ്ടത്. A+D റേഷ്യോ B+C. A+D എന്ന് പറയുമ്പോൾ എന്ത് വരും? A+D A 1 D 6 ആണ്. 7 റേഷ്യോ B+C B 2 C 3 ആണ്. 7:5 7:5 ആണ് വരേണ്ടതല്ല. ബാക്കിയുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇതായിരിക്കും നമ്മുടെ ആൻസർ. A+B 1 2 3 ആണ് റേഷ്യോ. C+D 3 6 9 ആണ്. റേഷ്യോ എടുക്കുന്ന സമയത്ത് 1:3. 3 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഇവിടെ 1:3 വന്നു, ഇവിടെ 1:3 വന്നു. ഓപ്ഷൻ ഡി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, പ്രീവിയസ് വന്നിട്ടുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ചെയ്തേ. ഇവിടെ നോക്കേ, എയും ബിയും ഹാവ് സം ടോഫീസ്. ഇഫ് എ ഗീവ്സ് 1 toffee to B, then they have equal number of toffees. If B gives 1 toffee to A, then the toffees with A are double with B. The total number of toffees with A and B. അപ്പോൾ ഇത് ജനറൽ മെത്തേഡിൽ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എയുടെ കയ്യിൽ A ടോഫിയും മുട്ടായും ബിയുടെ കയ്യിൽ B മുട്ടായും ഉണ്ടെന്ന് വെക്കാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ പറയുന്നത് എന്താ? A gives 1 toffee to B. എയിൽ നിന്നും ഒരു ടോഫി പോയി കഴിഞ്ഞാൽ then they have equal number of toffees. എന്ന് പറഞ്ഞാൽ ബിക്ക് എന്തായി? B+1 ആവും. അപ്പോൾ A-1ഉം B+1ഉം എന്താണ്? ഈക്വൽ ആണ്. രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത്? ഇപ്പോൾ നമുക്ക് എന്താ പറയാം? A-B = ഈ -1 പുറത്ത് പോകുമ്പോൾ 2 എന്ന് കിട്ടും. അതായത് രണ്ടുപേരും ടോഫികൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ഇനി ഇത് കാണുമ്പോൾ തന്നെ ഞാനിനി അധികം മുന്നോട്ട് പോകത്തില്ല. ഒരു ഓപ്ഷൻ നോക്കുക. 12 10 14 15 ചോദിച്ചിരിക്കുന്നത് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ടോഫീസ് വിത്ത് A and B ആണ്. അപ്പോൾ ഇവിടെ വെച്ച് എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? നമ്മളുടെ പരിപാടി ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ? 2ൻ്റെ സമ്മാണ് തന്നിട്ടുള്ളത്. A+B ആണ് തന്നിട്ടുള്ളത്. A+B 12 ആണെങ്കിൽ A-B 2 ഫിക്സ് ആണ്. A+B 12 ആണെങ്കിൽ A-B 2 ആണെങ്കിൽ A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 കൂടെ കൂട്ടിയിട്ട് പകുതിയാണ്. 14ൻ്റെ പകുതി 7ഉം B എന്ന് പറഞ്ഞാൽ 2 കൂടെ കുറച്ചിട്ട് പകുതിയാണ്. 12 - 2 10ൻ്റെ പകുതി 5ഉമാണ്. അതെങ്ങനെ വരുന്നത്? 2 കൂടെ കുറച്ചിട്ട് പകുതി കൂട്ടിയിട്ട് പകുതി. ഇത് നമ്മളുടെ SSC GD പ്ലേലിസ്റ്റ് നിങ്ങൾ ഫുൾ 17 ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും.
ബോട്ടാൻ സ്ട്രീമിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡൗൺ സ്ട്രീമും അപ്പ് സ്ട്രീമും കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് എ പ്ലസ് ബി അറിയാം ഒരു വാല്യൂ, എ പ്ലസ് ബി അറിയാം 12, ഓക്കെ. എ മൈനസ് ബി അറിയാം 2, രണ്ടുകൂടെ ഞാൻ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 2a കിട്ടും. ബിയും പ്ലസ് ബിയും മൈനസ് ബിയും പോവും. 12 2 14 കിട്ടും. എയുടെ വാല്യൂ എന്ത് കിട്ടി? 14/2 7 കിട്ടും. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഒരു നമ്പരും വേറൊരു നമ്പറിൻ്റെ സമ്മും ഒരു നമ്പരും വേറൊരു നമ്പറിൻ്റെ അതേ നമ്പറിൻ്റെ ഡിഫറൻസ് തന്നാൽ രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ വലിയ നമ്പർ കിട്ടും. ഇനി ഇതുപോലെ കുറച്ച് നോക്കുമ്പോൾ നമുക്ക് 2b കിട്ടും. അതിൻ്റെ വാല്യൂ 10 കിട്ടും, ബി 5 കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പറിൻ്റെ സമ്മും വേറൊരു നമ്പറിൻ്റെ സമ്മും, രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മും രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസും തന്നാൽ വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതിയായിരിക്കും, ചെറിയ നമ്പർ രണ്ടുകൂടെ കുറച്ചിട്ട് പകുതിയായിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് എ 7 ബി 5 കിട്ടി. കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് നോക്കാം. എ ഒരു ടോഫി ബിക്ക് കൊടുത്താൽ 7 ഇവിടെ പോയാൽ ബിക്ക് 6 ആവും, എക്ക് 6 ആവും, 2 ഈക്വൽ ആവും. രണ്ടാമത്തെ കേസ്, ഇഫ് ബി ഗീവ്സ് 1 ടോഫി ടു എ, ബി ഒരെണ്ണം എക്ക് കൊടുത്താൽ ഇപ്പോൾ ബിക്ക് 4 ആവും, എക്ക് 8 ആവും. ടോഫീസ് വിത്ത് എ ആ ഡബിൾ വിത്ത് ബി. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എ സുഖമായിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. അപ്പോൾ ഇതിനാണ് നമ്മൾ കോമൺ സെൻസ് അല്ലെങ്കിൽ എക്സാം മെത്തേഡ് എന്ന് പറയുന്നത്. എക്സാം മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് എക്സാമിന് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻസിൻ്റെ കാറ്റഗറി വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആദ്യമേ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത്. അതായത് എനിക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് റേഷ്യോ പ്രൊപ്പോർഷനിലെ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെനിക്ക് ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ നോക്കിയാൽ കിട്ടും. അപ്പോൾ അതെടുക്കാതെ ഈ ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യൻസ്, എനിക്കറിയാം വ്യൂസ് കുറവായിരിക്കും, അറിയാം, കുഴപ്പമില്ല. പഠിക്കുന്നവർ നന്നായിട്ട് പഠിക്കുക. അതിനുള്ള ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The monthly income of A and B are in the ratio 3:5 and the ratio of their savings 2:3. If the income of B is equal to 3 times the savings of A, then what is the ratio of expenditures of A and B? അതിനകത്ത് ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അറിയാവുന്ന ഒരു കാര്യം, ഒരാളുടെ ഇൻകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്പെൻഡിച്ചറും സേവിങ്ങോട് കൂട്ടുന്നതായിരിക്കും. അയാളുടെ ചിലവെന്ന് അയാൾക്ക് വരുമാനം എന്ന് പറഞ്ഞാൽ അയാളുടെ ചിലവും സേവിങ്സും കൂടെ കൂട്ടുന്നതായിരിക്കും. അതായത് നമുക്ക് സേവിങ്സ് കാണണം. ഇവിടെ നമുക്ക് എക്സ്പെൻഡിച്ചർ വേണ്ടത്. എക്സ്പെൻഡിച്ചർ വേണമെങ്കിൽ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? സേവിങ്സ് കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ പറയുന്നു എയും ഉണ്ട് ബിയും ഉണ്ട്. ഇവരുടെ ഇൻകത്തിൻ്റെ റേഷ്യോ എന്താണ്? 3:5 അതായത് എക്ക് 3 യൂണിറ്റ് ഇൻകം ഉണ്ടെങ്കിൽ ബിക്ക് 5 യൂണിറ്റ് ഇൻകം ആണുള്ളത്. നിങ്ങൾ ISSCGD 2022 റേഷ്യോ പ്രൊപ്പോർഷൻ ഒന്ന് കാണാൻ ശ്രമിക്കും. സേവിങ്സിൻ്റെ റേഷ്യോ എത്ര തന്നിട്ടുള്ളത്? എക്ക് 2 ആണെങ്കിൽ ബിക്ക് 3 ആണ്. ഈ യൂണിറ്റും വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കാം. ഇത് 2 ആണെങ്കിൽ ഇത് 3 ആണ്, അത്രേ ഉള്ളൂ. നമുക്ക് എന്താ വേണ്ടത്? എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ ആണ് വേണ്ടത്. നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇൻകം മൈനസ് സേവിംഗ് എന്ന് പറഞ്ഞാൽ 3 - 2 1 5 - 3 2 എഴുതാൻ പറ്റത്തില്ല. 1:2 ഉണ്ടെങ്കിൽ അത് എഴുതിയാൽ തെറ്റാണ്. കാര്യം എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഒരു യൂണിറ്റും ഇതിനെ എനിക്ക് 3x എന്നും 5x എന്നും എഴുതാൻ പറ്റും. ഇതിനെ എനിക്ക് 2y എന്നും 3y എന്നും എഴുതാൻ പറ്റും. ഈ വൈയും എക്സും വൈയും ഈക്വൽ ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇതുപോലെ ഡയറക്റ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ പറയുന്നു ഇഫ് ദ ഇൻകം ഓഫ് ബി, ബിയുടെ ഈ ഇൻകം ഈസ് ഈക്വൽ ടു 3 times ദ സേവിങ്സ് ഓഫ് എ. അപ്പോൾ ഇതിൻ്റെ 3 times, 2ൻ്റെ 3 times 6 ആണ്. ബിയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ 5 ആണ്. 6ഉം 5ഉം ഈക്വൽ ആണോ? അല്ല. ഇവിടെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. അതായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഡയറക്റ്റ് ഇതിനകത്ത് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഇൻകം ഓഫ് ബി ഈക്വൽ ടു 3 times 15, ആർ ഈക്വൽ ടു 15 പറ്റത്തില്ല. അപ്പോൾ അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇൻകം ഓഫ് ബി എന്താവണം? 3 times സേവിങ്സ് ഓഫ് എ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇൻകം ഓഫ് ബി എയും സേവിങ്സ് ഓഫ് ബി എ, ഇൻകം ഓഫ് ബി എയും സേവിങ്സ് ഓഫ് എ എന്ത് ചെയ്യണം? 1:1 റേഷ്യോയിലാക്കണം. അതായത് ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 5നെ 2നെ ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് 2 കൊണ്ട് ഗുണിക്കാം, ഇവിടെ നമുക്ക് 5 കൊണ്ട് ഗുണിക്കാം. ഇപ്പോൾ റേഷ്യോയിൽ ഒരു സ്ഥാനത്തെ ഒരു ടേമിനെ നമ്മൾ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേ സാധനം കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? മറ്റേ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ റേഷ്യോ എന്ത് ചെയ്യാതിരിക്കൂ? ചേഞ്ച് ആയിരിക്കും. ഇപ്പോൾ എന്തായി? ഇതും 10ആയി, ഇതും 10ആയി. ബാക്കിയുള്ളത് ചേഞ്ച് ആവും, കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യണം? 1:3. അതായത് ബിയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 times സേവിങ്സ് ഓഫ് എ. സേവിങ്സ് ഓഫ് എ 1 വരുമ്പോൾ ഇതെന്താവും? 3 times. ഇപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവരുടെ പുതിയ ഇൻകവും പുതിയ സേവിങ്സിൻ്റെ റേഷ്യോ എഴുതാം. ഇപ്പോൾ പുതുതായിട്ട് ബിഗിനേഴ്സ് ബാച്ച് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ 6 × 3 18 വരും. ഇൻകം ഓഫ് എ, സേവിങ്സ് അല്ല, ഇൻകമാണ്. ഓക്കെ, സോറി. 6 കൊണ്ട് 2 മേളിൽ 2 മൾട്ടിപ്ലൈ 6 × 3 18, 6 × 5 30. ഇതാണ് ഇൻകത്തിൻ്റെ റേഷ്യോ. ഇവിടെ 5 × 2 10, 5 × 3 15. ഇപ്പോൾ എന്തായി? സേവിങ്സിൻ്റെ എയുടെ സേവിങ്സിൻ്റെ 3 മടങ്ങല്ലേ ബിയുടെ ഇൻകം. ഇപ്പോൾ എന്ത് ചെയ്തു? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ എഴുതാം. 18-10. ഇൻകം മൈനസ് സേവിങ്സ് ആണ് എക്സ്പെൻഡിച്ചർ. 18-10 8 എയുടെ സേവിങ്സ്. 30-15 15 ബിയുടെ സേവിങ്സ്. സേവിങ്സ് അല്ല എക്സ്പെൻഡിച്ചർ. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വരുവാണെങ്കിൽ എങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എഴുതാം. സമയത്തിൽ എങ്ങനെ ചെയ്യാം, 3:5 ആണ് ഇൻകം, 2:3 ആണ്. ഇത്ര എഴുതിയാൽ മതി. 2:2 ആണ് സേവിങ്സ്. രണ്ടും എന്താക്കണം, 1:3 ആക്കണം. ആദ്യം ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് 2 കൊണ്ട് ഗുണിക്കണം, ഇവിടെ 5 കൊണ്ട് ഗുണിക്കണം. ഇനി ഇവിടെ 3 ആവണം, ഇവിടെ 1 ആവണം. 6 × 3 18, 5 × 2 10. അപ്പോൾ ഇവിടെ 8 വരും. 8 വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ എ ഉള്ളൂ. ഇവിടെ 30 വരും, ഇവിടെ 15 വരും. 15 ഇത്ര എഴുതി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് അറിയുക, കാര്യം എന്താണെന്ന് അറിയുക. ഈ യൂണിറ്റ് സെയിം ആക്കുന്ന കാര്യം ആ ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. ഈ സം ഓഫ് 1250. ഇതൊക്കെ പ്രീവിയസ് വന്നിട്ടുള്ളതാണ്. ഓപ്ഷൻ എല്ലാം ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ളതാണ്. ഈ സം ഓഫ് 1250 has to be distributed among A, B, C, D. 1250 രൂപയാണ് എന്ത് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ടോട്ടൽ ഷെയർ ഓഫ് ബി ആൻഡ് ഡി ഈക്വൽ ടു 14/11 ഓഫ് ടോട്ടൽ ഷെയർ ഓഫ് എ ആൻഡ് സി ആയിക്കോട്ടെ. ഷെയർ ഓഫ് ഡി ഈസ് ഹാഫ് ദ ഷെയർ ഓഫ് എ. ഷെയർ ഓഫ് സി ഈസ് 1.2 ഓഫ് ഷെയർ ഓഫ് എ. വാട്ട് ആർ ദ ഷെയർസ് ഓഫ് എ, ബി, സി, ഡി റെസ്പെക്റ്റീവ്ലി. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആരെങ്കിലും ഡയറക്റ്റ് ആ ഒരു കണ്ടീഷൻ ടോട്ടൽ ഷെയർ ഓഫ് ബി പ്ലസ് ഡി ഈക്വൽ ടു 14/11 ഇൻറ്റു എ പ്ലസ് സി ഇങ്ങനെയൊക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഒരിക്കലും കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ സമയത്ത് തീർക്കാൻ പറ്റത്തില്ല. അവരുടെ ടൈം എന്ത് ചെയ്യും, പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് എന്താണ് നമ്മുടെ ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യം പ്രാക്ടിക്കലായിട്ട്. ഇവിടെ പറയുന്നു ഷെയർ ഓഫ് ഡി ഈസ് ഹാഫ് ഓഫ് ഷെയർ ഓഫ് എ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ, എല്ലാവരുടെയും ഷെയർ ആണ്. ഇപ്പോൾ ഡിയുടെ ഷെയർ ഇതാണ്, എയുടെ ഷെയർ ഇതാണ്. ആ കണ്ടീഷൻ നോക്കുക. ഷെയർ ഓഫ് ഡിയുടെ ഷെയർ എയുടെ ഷെയറിൻ്റെ പകുതിയാണോ, അത് ഇവിടെ എന്താണ്, പകുതിയാണ്. ഇവിടെ 350 പകുതിയാണോ 125, അല്ല, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. 250 പകുതിയാണ് 125, ഇത് നമുക്ക് ഹോൾഡ് ചെയ്യാം. 250 പകുതിയാണ് 125, അല്ല. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ എന്ത് ചെയ്തു, ഇതിനാണ് ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്നത്. ഈ ടെക്നിക്സ് ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾ തുടക്കത്തിൽ തന്നെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ല ഓപ്ഷൻ എലിമിനേഷൻ പഠിക്കേണ്ടത്. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ബേസിക്കായിട്ട് പഠിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണ് അല്ലെങ്കിൽ ഓഫ്ലൈൻ പഠിക്കുകയാണെങ്കിൽ തന്നെ പഠിക്കേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ അതൊരു അപാകതയാണ്. അപ്പം എന്ത് ചെയ്തു, രണ്ട് ഓപ്ഷൻ നമുക്ക് കിട്ടി, രണ്ട് ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, ടോട്ടൽ സം 1250 വരണമെന്ന് നോക്കാം. ജസ്റ്റ് ഇതെന്തായാലും ഡിഫറൻ്റ് ആണ്. നോക്ക്, ഇതിൻ്റെ സം എന്ത് വരും, 575 125 600 700 700 300 1000 1250. ഇവിടെ വരുമോ അത്, ഇല്ല, വരത്തില്ല. 525 125 650 950 1000 1200 വരത്തുള്ളൂ. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് എന്ത് എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. ഇതിനാണ് ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൂട്ടാനൊക്കെ എന്ത് വേണം, കാൽക്കുലേഷൻ സ്പീഡ് വേണം. അതാണ് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു മിനിറ്റ് കൂടുതൽ 1 മിനിറ്റ് പ്ലസ് എടുക്കും. നല്ല കാൽക്കുലേഷൻ സ്പീഡ് ഉള്ളവർക്ക് പോലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര സമയം എടുക്കും, നിങ്ങൾക്ക് ലെസ് ദാൻ 30 സെക്കൻഡിൽ 30 സെക്കൻഡ് അതിലും കുറച്ച് 20 സെക്കൻഡിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പം നിങ്ങളത് ബേസ് പഠിക്കുമ്പോൾ തന്നെ, ഒരു വട്ടം പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. അതാണ് നമ്മുടെ ക്ലാസ്സുകളിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്, അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ദിവസം നോക്കി, ഒരു പേഴ്സൺ എന്താ ചെയ്യുന്നത്, ഡിവൈഡ്സ് എ സർട്ടൻ എമൗണ്ട് എമംഗ് ഹിസ് 3 സൺസ് ഇൻ ദ റേഷ്യോ 3:4:5. ആദ്യത്തെ ആൾക്ക് 3 കിട്ടിയാൽ രണ്ടാമത്തെ ആൾക്ക് 4 യൂണിറ്റ് കിട്ടും, മൂന്നാമത്തെ ആൾക്ക് 5 യൂണിറ്റ് കിട്ടും. ഇഫ് ഹി ഹാഡ് ഡിവൈഡഡ് ദിസ് എമൗണ്ട് ഇൻ ദ റേഷ്യോ 1/3 1/4 1/5, ഹിസ് സൺ ഹു ഹാഡ് ഗോട്ട് ദ ലോവസ്റ്റ് ഷെയർ എർലിയർ വുഡ് ഹാവ് ഗെറ്റ് 1188 മോർ. ആ എമൗണ്ട് ആദ്യമേ ഇട്ടിരുന്ന എമൗണ്ട് എത്രയാണ്, അത് 12ന്റെ മൾട്ടിപ്പിൾ, 5 4 9 3 12, 12ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 10ന്റെ മൾട്ടിപ്പിൾ ഒന്നും നോക്കുന്നില്ല, നമുക്ക് നോക്കാം. 5ലെ കേസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ 3:4:5 ഡിവൈഡ് ചെയ്തത്. പിന്നെന്തായി, 1/3 റേഷ്യോ 1/4 റേഷ്യോ 1/5. ഈ റേഷ്യോ എന്ത് ചെയ്യണം, നമ്മുടെ പെർഫെക്റ്റ് റേഷ്യോ ആക്കാൻ വേണ്ടി ഇതിൻ്റെ LCM കൊണ്ട് എല്ലായിടത്തും ഗുണിക്കും. ഒരേ വാല്യൂ കൊണ്ട് ഗുണിച്ചാൽ റേഷ്യോയ്ക്ക് ചേഞ്ച് വരത്തില്ല. അപ്പോൾ 3ന്റെയും 4ന്റെയും 5ന്റെയും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എത്ര, 60 ആണ്. അപ്പോൾ 60 കൊണ്ട് എന്ത് ചെയ്യുന്നു, എല്ലായിടത്തും ഗുണിക്കുമ്പോൾ 60/3 20, 60/4 15, 60/5 12. പുതിയ റേഷ്യോ എന്താണ്, 20:15:12. ഇതാണ് പുതിയ റേഷ്യോ. അപ്പോൾ ആദ്യത്തെ റേഷ്യോ എന്തായിരുന്നു, 3:4:5 ആയിരുന്നു. ഇപ്പോഴത്തെ റേഷ്യോ 20:15:12. അപ്പോൾ ഇവിടെ പറയുന്നു ഹിസ് സൺ, എത്ര രൂപയാണുള്ളത്, X രൂപയാണുള്ളത്, ആ രൂപയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ആൻസർ നോക്ക്, 3 4 7 5 12. അപ്പോൾ നമ്മുടെ ആൻസർ
ആദ്യത്തെ കേസിൽ 3, 4, 5 എന്ന രീതിയിലായിരുന്നു ആ പൈസ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ആ എമൗണ്ട് എന്താണ്, ഒരു എന്താ പറയുക, ഇൻഡിജർ നമ്പറാണ്. അതേ കേസ് സെക്കൻഡ് കേസിൽ എന്ത് വന്നു, ആ പൈസയെ അതേ പൈസ തന്നെയാണ്, സെയിം പൈസ തന്നെയാണ്. 20, 15, 35, 12, 47. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും, 47ൻ്റെയും 12ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. ഇത് നോക്കാം, 12 മൾട്ടിപ്പിൾ എന്ന് നോക്കാം. ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. 12 മൾട്ടിപ്പിൾ ആണെങ്കിൽ 12 കാൽക്കുലേഷൻ വേണമെങ്കിൽ പറ്റും. 12, 4, 48, ബാക്കി 8, 84 12 മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, ഇനി ഇത് 12 ആണോ, 12, 5, 60, 87 12 മൾട്ടിപ്പിൾ ആണ്. ഇത് 12, 5, 60, 76, 12, 12, 6, 72, 48 12 മൾട്ടിപ്പിൾ, 3 വന്നു. ഇത് 12 മൾട്ടിപ്പിൾ ആയിരിക്കും. 12, 60, 100, 12, 8, 96, 48 എല്ലാം 12 മൾട്ടിപ്പിൾ. 47 മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യേണ്ടി വരും. അത് കാൽക്കുലേറ്റീവ് ആണ്, ടാസ്ക് ആണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വഴിയിൽ പോകണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പോകാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കേണ്ട കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ, പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, പരീക്ഷ നോക്കണം. അപ്പോൾ ഇവിടെ പറയുന്നു ദ സൺ ഹൂ ഹാഡ് ഗോട്ട് ദ ലോവസ്റ്റ് ഷെയർ ഏർലിയർ. അപ്പോൾ ആദ്യമേ കുറച്ച് പൈസ കിട്ടിയ ആർക്കാ, യവനാണ്. 3 യൂണിറ്റ് കിട്ടിയവനാണ് കുറവ് കിട്ടിയത്. അവന് 1788 കൂടുതൽ കിട്ടി. ഇതാണ് എ, ബി, സി 3 പേമാർ. അവനെന്താ, ഇപ്പം ആദ്യമേ 3 യൂണിറ്റ് ആയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയാണ്, 20 യൂണിറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്വസ്റ്റിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ടോട്ടൽ പൈസയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആദ്യമേ ഡിവൈഡ് ചെയ്ത പൈസയും എക്സ് ആണ്, ഇവിടെ ഡിവൈഡ് ചെയ്ത എന്ത് തന്നെയാണ്, സെയിം പൈസ തന്നെയാണ്. പൈസയ്ക്ക് മാറ്റമൊന്നുമില്ല, ആ റേഷ്യോ മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ സം എത്ര കിട്ടും, 3, 4, 7, 5, 12. ഇവിടെ നമുക്ക് ടോട്ടൽ സം എത്ര കിട്ടും, 47. ഇവിടെ പറയുന്നു ടോട്ടൽ പൈസ 47 യൂണിറ്റ് ആണെന്ന്, അതിനെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. ഇവിടെ പറയുന്നു ടോട്ടൽ പൈസ 12 ആണെന്ന്, അതിനെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ എളുപ്പം 48 മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ. ഇത് കാൽക്കുലേഷൻ കുറച്ച് കൂടുതൽ വരും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിനെ ഈക്വൽ ആക്കണം. ഞാനാണെങ്കിൽ 47 മൾട്ടിപ്പിൾ ചെക്ക് ചെയ്തേ ഉള്ളൂ. ഓപ്ഷൻ 47 മൾട്ടിപ്പിൾ 47 ഒരു വട്ടം പോവും, ബാക്കി 9, 97, 47 മൾട്ടിപ്പിൾ 47 മൾട്ടിപ്പിൾ 47 ഒരു വട്ടം പോവും, ബാക്കി 21, 214 47 മൾട്ടിപ്പിൾ ആണോ, 47 ഗുണം 5 215 അല്ല, ഇതല്ല ആൻസർ. ഇനി ഓപ്ഷൻ സി 47 ആണോ, 20, 206 47 ഗുണം 3 47 ഗുണം 3 141 ഇല്ല, അത് കാൽക്കുലേഷൻ 59 7 67 അതെ, ഇത് 47 മൾട്ടിപ്പിൾ. ഇപ്പോൾ രണ്ടെണ്ണം വന്നു. അപ്പോൾ വേറെ വഴിയില്ല, ഇതിങ്ങനെ ചെയ്തേ പറ്റും. ഇപ്പോൾ കാൽക്കുലേറ്റീവ് ക്വസ്റ്റൻ ആണ്, ഇത് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതൊക്കെ എടുക്കുന്നത് എന്തിനാണ്, നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്, ഒക്കെ പഠിക്കേണ്ടതാണെന്ന് കാണിക്കാൻ വേണ്ടി. ഇവിടെ പറയുന്നു ടോട്ടൽ 12 ആണ്, ഇവിടെ പറയുന്നത് ടോട്ടൽ 47 ആണ്. രണ്ടിനെ ഈക്വലാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, 12 47 ഈക്വലാക്കാൻ മേളിലുള്ളതിനെ 47 കൊണ്ട് ഗുണിച്ചു, താഴെയുള്ള റേഷ്യോനെ 12 ഗുണിച്ചു. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 47 ഗുണം 12 ആണ് നമ്മുടെ ടോട്ടൽ പൈസ. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇവന് എത്ര കിട്ടി, 47 ഗുണം 12 ഗുണം 3, അതായിരുന്നു ആദ്യത്തെ കേസിൽ അവന് കിട്ടിയത്. അതാണ് ഈ 1180 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കണ്ടുപിടിക്കാം. ആദ്യത്തെ കേസിൽ അവന് കിട്ടിയതായിരുന്നു 36 ഗുണം 47 ആയിരുന്നു. ഓക്കെ 47 വേണ്ടല്ലോ, സോറി 47 12 സമ്മ വരുന്നേ ഉള്ളൂ, 47 മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ സമ്മ എത്ര വരുന്നത്, ഇവിടെ സമ്മ എത്ര വരുന്നത്, ഇവിടെ 12 ആയിരുന്നു. 12 ഇവിടെ സമ്മ എത്ര വരുന്നത്, 47 ആയിരുന്നു. ഈ സമ്മിനെ മേളത്തുള്ള റേഷ്യോ 47 കൊണ്ട് ഗുണിച്ചാൽ ടോട്ടൽ സമ്മ എത്ര ആവും, 12 ഗുണം എല്ലാത്തിനും 47 കൊണ്ട് ഗുണിക്കുക. ടോട്ടൽ സമ്മ 12 ഗുണം 47 ആവും. ഈ താഴത്തെ റേഷ്യോ 12 കൊണ്ട് ഗുണിച്ചാൽ ടോട്ടൽ സമ്മ എന്താവും, ഓൾറെഡി 47 ഉണ്ട് സം, അതിന് 12 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും, 47 ഗുണം 12. നമ്മുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ആദ്യത്തെ കേസിലാണ് കിട്ടിയത് 3 ഗുണം 47 രൂപയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ കിട്ടുന്നത് എത്രയാണ്, 20 ഗുണം 12 രൂപയാണ്. ഓക്കെ, ഇപ്പോൾ ഡിഫറൻസ് എത്ര, 3 ഗുണം 47 എന്ന് പറയുമ്പോൾ 120ഉം 21 141. രണ്ടാമത്തെ കേസിൽ 20 ഗുണം 12 240. ഡിഫറൻസ് എത്രയാണ്, 99 യൂണിറ്റിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം 99 യൂണിറ്റിൻ്റെ ഡിഫറൻസ് ആണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. എത്ര, 1188. കുറച്ച് കാൽക്കുലേറ്റീവ് ക്വസ്റ്റൻ ആണ്, മനസ്സിലാക്കുക, വീണ്ടും കണ്ട് മനസ്സിലാക്കുക. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ. ടോട്ടൽ എമൗണ്ട് എത്രയാണ്, 47 ഗുണം 12 ആണ് ടോട്ടൽ എമൗണ്ട്. ഇതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് 99 കൊണ്ട് 11 ഡിവൈഡ് ചെയ്യാം. 11 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 9 വരും. 11 ഡിവൈഡ് ചെയ്യുമ്പോൾ 108 എന്ന് പറഞ്ഞാൽ 9 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 12. 12 ഗുണം 47 ഗുണം 12 യൂണിറ്റ് ഇട്ട് നോക്കാം. 4 2 8 യൂണിറ്റ് ഇട്ട് 8 വരും. യൂണിറ്റ് 8 വരുന്ന ഓപ്ഷൻ ഇതല്ല, യൂണിറ്റ് 8 വരുന്ന ഇതുണ്ട്. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 47 മൾട്ടിപ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ 9 ഉണ്ട്. 12 ഗുണം 12 ഇതിനകത്ത് 3 ഉണ്ട്, ഇതിനകത്ത് 3 ഉണ്ട്. ആൻസർ എന്തായിരിക്കും, 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, 9ൻ്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാം. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. ആൻസർ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. യൂണിറ്റ് 8 ആയിരിക്കും. ഇത് കുറച്ച് കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതല്ലാതെ പാടായിരിക്കും. ഇത് ശ്രദ്ധിക്കുക. ഇവിടെ 12 യൂണിറ്റ്, ഇത് ഡൗട്ട് ഉണ്ടായിരിക്കില്ല. 47 ഗുണിച്ച് എന്തുകൊണ്ടാണ്, ടോട്ടൽ സം എന്താവും
എല്ലാം 47, 3 ഗുണം 47, 4 ഗുണം 47, 5 ഗുണം 47, സം വരുമ്പോൾ 12 ഗുണം 47. ഇവിടെ 20 ഗുണം 12, 15 ഗുണം 12, 12 ഗുണം 12, 12 കോമൺ എടുക്കുമ്പോൾ 12 ഇൻറ്റു 47. ടോട്ടൽ സം എന്താവും? സെയിം ആവും. ജസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. If 50 less had applied and 25 less selected, the ratio of selected and unselected would have been 9:4. How many candidates had applied if the ratio of selected and unselected was 2:1? ഈ ഒരു ക്വസ്റ്റിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അതൊക്കെ SSCGD ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അതൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എത്ര പേര് അപ്ലൈ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ 50 പേര് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് 25 പേര് കുറച്ച് സെലക്ട് ആയാൽ സെലക്റ്റഡ് ടു അൺസെലക്റ്റഡ്, ഇപ്പോൾ സെലക്റ്റഡും അൺസെലക്റ്റഡും കൂട്ടുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ടോട്ടൽ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തിൻ്റെ റേഷ്യോ എടുക്കാം? ടോട്ടൽ ആപ്ലിക്കൻസ് ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആപ്ലിക്കൻസിൻ്റെയും സെലക്റ്റഡിൻ്റെയും എന്തെടുക്കാം റേഷ്യോ എടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ 50 ലെസ് ഹാർഡ് അപ്ലൈഡ്, 25 ലെസ് സെലക്റ്റഡ്, അതിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇനിഷ്യൽ റേഷ്യോ എഴുതും. അപ്പോൾ ദ റേഷ്യോ ഓഫ് സെലക്റ്റഡ് ആൻഡ് അൺസെലക്റ്റഡ് വുഡ് ഹാവ് ബീൻ 9:4. ഇങ്ങനെ ആയിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ 9:4 മാറുന്നത്. ഹൗ മെനി കാൻഡിഡേറ്റ്സ് ഹാഡ് അപ്ലൈഡ്, ദ റേഷ്യോ ഓഫ് സെലക്റ്റഡ് ടു അൺസെലക്റ്റഡ് 2:1. ഇതാണ് ഇനിഷ്യൽ റേഷ്യോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇനിഷ്യൽ റേഷ്യോ എഴുതാം. സെലക്റ്റഡും അൺസെലക്റ്റഡും കൂട്ടുന്നതാണ് ടോട്ടൽ എന്ന് പറയുന്നത്. സെലക്റ്റഡ് ഇവിടെ 2 യൂണിറ്റ് ആണെങ്കിൽ അൺസെലക്റ്റഡ് എത്രയാണ്? 1 യൂണിറ്റ് ആണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2 1 3 യൂണിറ്റ് ആയിരിക്കും ടോട്ടൽ ആപ്ലിക്കൻസ്. അതിനകത്ത് സെലക്റ്റഡ് എത്ര പേരാണ്? 2 പേരാണ്. ശ്രദ്ധിച്ചോണം, ഇത് സെലക്റ്റഡിൻ്റെ അൺസെലക്റ്റഡിൻ്റെ റേഷ്യോ ആണ്. 2 പേര് സെലക്ട് ആയാൽ ഒരാൾ അൺസെലക്ട് ആയെന്നാണ് പറയുന്നത് ഇനിഷ്യൽ കേസിൽ. ടോട്ടൽ ആപ്ലിക്കൻസിൻ്റെ കേസ് എടുക്കുമ്പോൾ എന്ത് വരും? 3 പേര് ടോട്ടൽ ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ 2 പേര് സെലക്ട് ആണ്. ഇത് കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റൻ ആണ്. ഈ ഒരു മെത്തേഡ് ചെയ്താലേ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അല്ലാതെ ബേസിക് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപാട് എക്സും വൈ ഒക്കെ ചെയ്യേണ്ടി വരും. ഇനി ഫൈനൽ റേഷ്യോ എന്താണ്? അങ്ങനെ ആയിരുന്നെങ്കിലുള്ള കാര്യമാണ് നിൽക്കട്ടെ. റേഷ്യോ സെലക്റ്റഡ് ടു അൺസെലക്റ്റഡ് എന്താവും? 9:4. ഇനി അല്ലാതെ മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ 3x 2x കിടന്നു, അതിനകത്ത് നിന്ന് 50 പേര് കുറച്ച് അപ്ലൈ ചെയ്തു, 25 പേര് കുറച്ച് അപ്ലൈ ചെയ്താൽ റേഷ്യോ എന്താവും? 13/4, 13/9 ഇങ്ങനെ ആവും. ഇങ്ങനെ വെച്ചിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ചെയ്യുന്ന പരിപാടിയുണ്ട്. അതേ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനൽ റേഷ്യോ എന്താവും? സെലക്റ്റഡ് ടു അൺസെലക്റ്റഡ് 9:4 ആവും. രണ്ടോട് കൂട്ടുന്ന 9 4 13 ടോട്ടൽ ആപ്ലിക്കൻസ്. അതിൽ സെലക്റ്റഡ് എത്ര വരാം? 9 പേര്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? 50 പേര് ലെസ് അപ്ലൈഡ്. 50 പേര് ഇതിൽ നിന്ന് കുറയുവാണെങ്കിൽ നമ്മളിവിടെ എന്ത് എഴുതത്തുള്ളൂ? പോസിറ്റീവ് എഴുതത്തുള്ളൂ. അത് ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് കാണുമ്പോൾ മനസ്സിലാവും. CGD ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ക്ലാസ്സിൽ. 50 പേര് കുറച്ച് അപ്ലൈ ചെയ്യുന്നു, 25 ലെസ് സെലക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവിടെ ടോട്ടൽ ആപ്ലിക്കൻസും ഇവിടെ സെലക്റ്റഡ് എഴുതിയത്. അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് നിന്ന് 25 മാറ്റം വരുന്നത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വേറെ വരും. അതുകൊണ്ട് അവിടെ ചിലപ്പോൾ ഈ മെത്തേഡാണ്. ഇനി നമുക്ക് എന്താ? ഒരു യൂണിറ്റ് കണ്ടുപിടിക്കാം. ഈ ഒരു വാല്യൂൻ്റെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 9 ഗുണം 3 13 ഗുണം 2 9 3 27 13 2 26. 27 - 26 വാല്യൂ കണ്ടുപിടിച്ചു. ഒരു യൂണിറ്റ്. അത് എവിടുത്തെ ഒരു യൂണിറ്റ് ആയിരിക്കും കിട്ടുന്നത്? നമ്മുടെ ഈ ടോട്ടൽ ഇനിഷ്യൽ റേഷ്യോയുടെ ഒരു യൂണിറ്റ് ആയിരിക്കും കിട്ടുന്നത്. അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൻ്റെ പ്രോസസ്സാണ്. ഇതിൻ്റെ ഒരു യൂണിറ്റ് ആയിരിക്കും ഇനിഷ്യൽ റേഷ്യോൻ്റെ ഒരു യൂണിറ്റ്. ഇപ്പോൾ 3x 2x എന്ന് എഴുതിയാൽ ആ എക്സ് ആയിരിക്കും ഇത്. 3x 2x എന്ന് എഴുതിയാൽ ആ എക്സിൻ്റെ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. എന്താണ് ആ എക്സ്? 1 ആണ്. 1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെയും ക്രോസ് ചെയ്യാം. 13 ഗുണം 25 9 ഗുണം 50, അതായത് 450. 13 ഗുണം 25 എന്ന് പറയുമ്പോൾ 250 75, 250 75 325. ഓക്കെ, അത് കാൽക്കുലേഷൻ ചെയ്യാം. ഡിഫറൻസ് പറഞ്ഞാൽ എത്ര വരും? 25 ആകുമ്പോൾ 350 പിന്നെ 100 125 വരും. 1ൻ്റെ വാല്യൂ ആണ് ഈ ക്രോസ് മൾട്ടിപ്ലൈ എടുക്കുന്ന ഡിഫറൻസ്. ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു യൂണിറ്റ് റേഷ്യോയിൽ ഒരു യൂണിറ്റ് ആണ് 125. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹൗ മെനി കാൻഡിഡേറ്റ്സ് അപ്ലൈഡ്. ഇപ്പോൾ എത്ര പേര് അപ്ലൈ ചെയ്തു? 3 യൂണിറ്റ് ആണ് അപ്ലൈ ചെയ്തത്. ഒരു റേഷ്യോയിൽ നമുക്ക് കിട്ടുന്ന ഇവിടുത്തെ റേഷ്യോ ആയിരിക്കും. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 125 ആണെങ്കിൽ 3 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 3 ഗുണം 125 375. 375 പേര് എന്ത് ചെയ്താണ്? അപ്ലൈ ചെയ്യണം. ഇത് എക്സാമിന് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഈ ഒരു മെത്തേഡ് പഠിക്കണം. ഇപ്പോൾ 3:2 ആണ് ടോട്ടൽ. ഇത് സെലക്റ്റഡും 13:4 ആവും, 13:9 ആവും ടോട്ടൽ സെലക്റ്റഡും. 50 പേര് കുറഞ്ഞു, 25 പേര് സെലക്റ്റഡായി. 27 26 ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 450 325. 125 നമുക്ക്
ടോട്ടൽ അപ്ലൈഡ് 3 125 3 375. ഒരു മെത്തേഡ് നന്നായിട്ട് പഠിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ ടൈപ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോസ്റ്റ് ഓഫ് ഡയമണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് വെയിറ്റ്. കോസ്റ്റ് വെയിറ്റിന് പ്രൊപ്പോർഷണലാണ്, സ്ക്വയറിന് പ്രൊപ്പോർഷനാണ്. കോസ്റ്റ് ഓഫ് എ 14 gram ഡയമണ്ട് ഈസ് ഇത്രയാണ്. ദ ഡയമണ്ട് ഗോട്ട് ബ്രോക്കൺ ഇൻ ടു 2 pieces in the ratio 5:9. How much loss percentage is incurred due to the breakage? ഇവിടെ നമുക്ക് ലോസ് പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് എന്ത് വേണ്ട, ഈ ഒറിജിനൽ വാല്യൂവിൻ്റെ ആവശ്യമില്ല. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് ഓൾറെഡി ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പെർസെൻറ്റേജ് ചെയ്യും. ഓൾറെഡി ദിശയിൽ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് വളരെ ഈസി ആയിട്ട് പെർസെൻറ്റേജിൻ്റെ കാര്യം മനസ്സിലാവും. അപ്പോൾ ഇത് 14 gram ആയിരുന്നു ഉള്ളത്, അതെന്തായി 5:9 എന്ന് പറയുന്ന റേഷ്യോയിൽ എന്തായി, പൊട്ടിപ്പോയി. അപ്പോൾ ആദ്യത്തെ കേസിൽ 14 യൂണിറ്റ് ആണ് വെയിറ്റ് എങ്കിൽ അതിൻ്റെ സ്ക്വയർ ഓഫ് ദ വെയിറ്റിനാണ് പ്രൈസ്. 190, 14 സ്ക്വയർ 190 യൂണിറ്റ് ആയിരുന്നു അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് വരേണ്ടത്. ഇപ്പോൾ എന്തായി 5:9 എന്ന് പറഞ്ഞാൽ എന്തായി, ബ്രേക്കായി. അതായത് ഇവിടുന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5ൻ്റെ സ്ക്വയർ 25, ഈ കറസ്പോണ്ടിങ് ആയിട്ട് 9ൻ്റെ സ്ക്വയർ 81. ടോട്ടൽ എത്ര വരും, 106 രൂപ ഇപ്പോൾ കിട്ടത്തുള്ളൂ. നേരത്തെ 196 ഉണ്ടായിരുന്ന സാധനത്തിന് ഇപ്പോൾ എത്ര കിട്ടത്തുള്ളൂ, 106 കിട്ടത്തുള്ളൂ. എത്ര രൂപ കുറഞ്ഞു, 90 രൂപ കുറഞ്ഞു. 90 രൂപയാണ് എന്ത് ചെയ്തത്, അവന് ലോസ് ഉണ്ടായത്. കാര്യം നമുക്ക് എന്ത് മതി, ഒറിജിനലിൻ്റെ ആവശ്യമില്ല, ഈ 2500 രൂപേൻ്റെ ആവശ്യമില്ല. നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് മതി, റേഷ്യോ മതി. അതും SCGDയിൽ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. 90 നമുക്ക് നഷ്ടപ്പെട്ടത്. എത്ര കിട്ടേണ്ട റിസൾട്ട്, 196 കിട്ടേണ്ട റിസൾട്ട്. 90/196 ഫ്രാക്ഷൻ വാല്യൂ. നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ വേണം. 90/196 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? എൻ്റെ അർത്ഥം എന്താ, 90 196ൻ്റെ എത്ര ശതമാനമാണ്? 196ൻ്റെ പകുതി ആയിരുന്നെങ്കിൽ നമുക്ക് 1/2 50% പറയുന്നത്. ഇപ്പം 196ൻ്റെ പകുതി എത്ര, 98. ഇതിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞാൽ 90/196 × 100% സിമ്പിൾ. അതായിരിക്കും നമ്മുടെ ആൻസർ. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ എന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല. കാര്യം നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അത്ര സെറ്റ് ആയിരിക്കണം. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ ഒരുപാട് സമയം എടുക്കും. ഇതൊന്ന് നോക്കിയേ, 196ൻ്റെ പകുതി 98. മേളിൽ 98 വന്നിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇത് 1/2 ആണ്, 50% ആൻസർ വന്നതിനാണ്. പക്ഷെ അതെന്താണ്, മേളിൽ എന്താണ്, 98 കുറവാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ആൻസർ 50% കുറവാണ്. ഇതുമല്ല ആൻസർ. 50% എത്ര കുറവാണ്, എത്ര കുറഞ്ഞു? 98 ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. 90 നമുക്ക് 98 - 8/196 എന്ന് എഴുതായിരുന്നു. 98 എന്ന് പറഞ്ഞാൽ 50%. 8 എന്ന് പറഞ്ഞാൽ എത്ര, ഇതിൻ്റെ എത്ര ശതമാനം? 8 എന്ന് പറഞ്ഞാൽ 196ൻ്റെ എത്ര ശതമാനം? പെർസെൻറ്റേജ് കാണാത്തവർക്ക് ഇത് മനസ്സിലാകത്തില്ല. അങ്ങനെ പെർസെൻറ്റേജ് എൻ്റെ ക്ലാസ് കണ്ടിട്ടില്ല അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഇത് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കിട്ടുന്നത് എന്താണോ അതായിരിക്കും ആൻസർ. 90/196 × 100 കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിച്ചോളൂ. ഇത് പഠിക്കണമെന്നുള്ളവർ ഇത് നോക്കുക. ഇതിനകത്ത് 10% എത്രയാണ്, 19.6. 8 ഇവിടെ വന്നിട്ടുള്ളത്. 8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിൻ്റെ പകുതി 19.6ൻ്റെ പകുതി എത്രയാണ്, 9.8. അപ്പോൾ 9.8 ആണെങ്കിൽ തന്നെ 5% ആകത്തുള്ളൂ. അതായത് ഏകദേശം എത്ര, 5 അല്ലെങ്കിൽ 4%. 4 to 5, 5% ജസ്റ്റ് കൂടുതലായിട്ടുള്ള വാല്യൂ ആണ് 8 എന്ന് പറയുന്നത്. ജസ്റ്റ് കുറവായിട്ടുള്ള വാല്യൂ, 5% ജസ്റ്റ് കുറവായിട്ടുള്ള വാല്യൂ ആണ് 8 എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 50% നിന്നും ഏകദേശം എത്ര, 4.something% കുറയും. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ഇത് 49.7 ഒന്നും എന്തായാലും ഉള്ളൂ. 1% എന്ന് പറഞ്ഞാൽ തന്നെ 1.96. 8 കുറയുന്നത്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. അങ്ങനെ അത് മനസ്സിലാവാത്തൊരു ഇത് തന്നെ ചെയ്യും. ഇതിൻ്റെ വ്യത്യാസം എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇതിൻ്റെ ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. 196ൻ്റെ സ്ഥലത്ത് 106 കിട്ടുന്നുള്ളൂ. 90 നഷ്ടം. 196ൽ ആൻസർ 50% കുറവായിരിക്കും. 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. 50% കുറവുന്നുണ്ട്. 8 കുറവ്. 8 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ എന്തായാലും 2-3% കുറവാണ്. ആൻസർ 47% കുറവായിരിക്കും. നിങ്ങളുടെ ആൻസർ എവിടെ ഉള്ളൂ, ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ഒരു കാൽക്കുലേഷൻ ചെയ്തില്ല. എല്ലാവരും എന്ത് ചെയ്യും, ഇതിനെ കാൽക്കുലേഷൻ ചെയ്ത് വെട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു സാധനം മനസ്സിലാക്കി എടുക്കാൻ സമയമാണ്. പക്ഷെ മനസ്സിലാക്കി എടുത്താലുണ്ടല്ലോ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനൊക്കെ ഇത് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഒരുപാട് പേര് ഡൗട്ട് വരുന്ന അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, കുറച്ച് ലെങ്തി ആയി. ഇത് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യുക. ഇതിൻ്റെ ആൻസർ കമൻ്റായിട്ട് പറയാം. ഇതിൻ്റെ കൺസെപ്റ്റ് വേണമെങ്കിൽ പറഞ്ഞുതരാം, ഒരു സ്പീഡ് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു 15 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇത്രയും രൂപയാണുള്ളത്. സുനിൽ, അനിൽ, ജമീലാണുള്ളത്. സച്ച് ദാറ്റ് ഇഫ് ₹22, 35 ആൻഡ് 48 ബി ഡിമിനിഷ്ഡ് ഫ്രം ദെയർ ഷെയർസ്. അതായത് 15,525 രൂപ ഉള്ളതിൽ നിന്നും എത്ര രൂപ കുറഞ്ഞു, 22, 35, 48 എത്ര വരും, 22, 57, 48 97 തൊട്ട് 105 രൂപ കുറഞ്ഞു. 105 രൂപ കുറഞ്ഞാൽ എത്ര വരും, അപ്പോൾ ബാക്കി എത്ര ഉണ്ട്, 105 കുറഞ്ഞാൽ 5 കുറഞ്ഞാൽ
20 ആവും. പിന്നെ 100 കൂടെ കുറയും. 15,420 രൂപയാണ് ബാക്കിയുള്ളത്. അങ്ങനെ ആവുമ്പോൾ റിമൈനിങ് സം എന്തായി? ഇതിനെ 7:7, 10, 13 പറഞ്ഞ് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ആർക്കൊക്കെ? സുനിലിന് 7 യൂണിറ്റ് കിട്ടും, അനിലിന് 10 കിട്ടും, ജമീലിന് 13 കിട്ടും. വാട്ട് വുഡ് ഹാവ് ബീൻ ദ റേഷ്യോ ഓഫ് ദ സംസ് ഇഫ് 16, 77, 37 വേർ ആഡഡ് ടു ദ ഒറിജിനൽ ഷെയർ? ഇത് കാൽക്കുലേഷൻ്റെ കളിയാണ്. ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്നവർക്ക് ഞാൻ ഇപ്പോൾ ചെയ്യുന്നോളം ചെയ്യാൻ പറ്റും, അല്ലാത്തവർക്ക് നല്ല പ്രയാസമായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കി ഞാൻ അത് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കാൽക്കുലേഷൻ ആയിരിക്കും, കുറച്ച് പേർക്ക് നല്ല പ്രയാസമായിട്ട് തോന്നും. നോക്ക്, ഇത്രയും രൂപയാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. 17, 13, 30 യൂണിറ്റ്. ഇപ്പോൾ 30 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 157.20. എന്നാൽ 7 യൂണിറ്റിൻ്റെ വാല്യൂ ആണ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 154, 2/3 ആണ്. 30 ആണ്, 0 പോയി. എത്ര വരും? 5, 1, 4, 514 ഒരു യൂണിറ്റ്. 7 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 514 ഗുണം 7. സുനിൽ, അനിൽ, ജിമിൽ 514 ഗുണം 7 ചെയ്യാം. എന്നാൽ എഴുതുവാണ്. 514 ആണ് ഒരു യൂണിറ്റ്. 514 ഗുണം 7 3500, 14, 98. 3598 റേഷ്യോ അനിലിന് എത്ര കിട്ടും? 514 × 10 യൂണിറ്റാണ്. 5140. ഇവന് 514 × 13. 514 × 13, 13 4 52, 5, 13, 5 18, 8, ശിഷ്ട 1, 13 5 65, 1 66. ഇത്രയാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ഇനി ചോദിച്ചിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇയാളുടെ ഒറിജിനൽ വാട്ട് ഈസ് ദ അഡുഡാമിൻ റേഷ്യോ സം ഇഫ് 16, 77, 38 ആഡഡ് ടു ദ ഒറിജിനൽ സം. ഇതെപ്പോഴാണ്? അവരുടെ സമ്മിൽ നിന്ന് ആദ്യത്തെ 22 പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 22 തിരിച്ചു കൊടുക്കണം. രണ്ടാമത്തെ 35 പോയി, അവൻ എന്ത് ചെയ്യണം? 35 തിരിച്ചു കൊടുക്കണം. മൂന്നാമത്തെ 48 പോയി, അവൻ എന്ത് ചെയ്യണം? 48 തിരിച്ചു കൊടുക്കണം. ഇതാണ് ഇവരുടെ ഒറിജിനൽ ഷെയറിൻ്റെ റേഷ്യോ. നമുക്ക് അതാണ് ചോദിച്ചിരിക്കുന്നതല്ല. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഇവൻ്റെ കൂടെ 16 കൂട്ടി, ഇവൻ്റെ കൂടെ 77 കൂട്ടി, ഇവൻ്റെ കൂടെ 37 കൂട്ടി. കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നും, കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എത്രയാണ് നമ്മുടെ റേഷ്യോ? എന്ത് വരും? ഇതിൻ്റെ കൂടെ നമ്മൾ 38 കൂട്ടണം. 38 കൂടുമ്പോൾ എന്ത് കിട്ടും? 2 കൂട്ടുമ്പോൾ 3600, പിന്നെ 36 കൂടെ 3636. ഓക്കെ, ഞാൻ മേലോട്ട് എഴുതാനാണെങ്കിൽ കാൽക്കുലേഷനാണ് ചെയ്ത്. ഓക്കെ, എന്ത് വരും? 3636. രണ്ടാമത്തവന് ഇത് എസ്, ഇത് എ, ഇത് ജെ. രണ്ടാമത്തവന് ഇവന് എത്ര കൂട്ടണ്ടേ? 100, 112. ഇതിൻ്റെ കൂടെ 112 കൂട്ടണം. 112 അല്ലേ കൂട്ടണ്ടേ? അതെ, 112 കൂട്ടുമ്പോൾ 52, 52, 5252. ഇവൻ്റെ കൂടെ കൂട്ടുമ്പോൾ ഇവൻ്റെ കൂടെ എത്ര? 48, 37, 40, 70, 78, 85. 85 കൂട്ടണം. 85 കൂട്ടുമ്പോൾ 85, 85, 8, 5, 2, 7, 8, 8, 16, 1, 67, 67. നമുക്ക് എന്ത് ചെയ്യാം? ഇത് കോമൺ ആയിട്ട് ഇതിൻ്റെ റേഷ്യോ ആണ് വേണ്ടത്. കോമൺ ആയിട്ട് എന്ത് ചെയ്യാം? എല്ലാത്തിനകത്തും ഇങ്ങനെ കിടക്കുവാണെങ്കിൽ 2 ഉണ്ടെങ്കിൽ 101 കാണും. 101 ക്യാൻസൽ ചെയ്തോളാം. 101 ഗുണം 3, 6. 36 ഗുണം 101 ആയിട്ട് 101 വെച്ച് കിട്ടുമ്പോൾ 52 ഗുണം 101. 101 വെച്ച് കിട്ടുമ്പോൾ 67 ഗുണം 101. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. ഇതേ ഉള്ളു വഴി. കാൽക്കുലേഷനാണ്, കാൽക്കുലേറ്റീവ് ആണ്. ഇപ്പോൾ കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മുടെ മലയാളം ചാനലിൽ നിങ്ങൾ നോക്കിയാൽ മതി. എവിടെ ഉണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് നോക്കിയാൽ മതി. ഇതൊക്കെ ചെയ്യണം. ഇത് ഫാസ്റ്റായിട്ട് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്രത്തോളം ഫാസ്റ്റാക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേർക്ക് ഇന്നത്തെ ക്ലാസ് നല്ല പ്രയാസമായിരിക്കും. നിങ്ങളുടെ കാരണങ്ങളും നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. പഠിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ലാക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പഠിക്കുക. ക്ലാസ്സൊക്കെ എടുത്ത് പഠിക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും സെറ്റ് ആവുന്ന രീതിയിലുള്ള ക്ലാസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് പെർസെൻറ്റേജിൻ്റെ ക്ലാസ് ആയിരിക്കും. പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിട്ട് വരാം. ഒരു ക്രാഷ് കോഴ്സിനേക്കാൾ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം പഠിക്കുക. അതുകൊണ്ടാണ് ചാപ്റ്റർ വൈസ് എടുത്ത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക ക്ലാസ്സുകൾ എങ്ങനെയുണ്ടെന്ന്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സിലൊക്കെ എടുത്ത് നോക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.